നമസ്കാരം. സിതാരാം മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നമ്മുടെ ചാനൽസ് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ ടെക്നിക്സും ഫോളോ ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു ടെക്നിക്കുമായിട്ടാണ്. ഞാൻ ഓരോ ദിവസവും നിങ്ങൾക്ക് വേണ്ടി പുതിയ പുതിയ ടെക്നിക്സുമായിട്ട് ഇങ്ങനെ വരികയാണ്. നിങ്ങളെല്ലാവരും ഞാനിടുന്ന ടെക്നിക്സും വീഡിയോസൊക്കെ ഫോളോ ചെയ്യുന്നു എന്ന വിശ്വാസത്തോടു കൂടി മാത്രം. അപ്പോൾ നമ്മുടെ ഹോപ്പോണോപ്പോണോ പ്രേയറിൻ്റെ വീഡിയോസിന് നല്ല റെസ്പോണ്ട് ലഭിക്കുന്നുണ്ട്. സന്തോഷം. ഇതുപോലെ നിങ്ങൾ എല്ലാ വീഡിയോസും ഫോളോ ചെയ്ത് നിങ്ങളെ കമൻസും നിങ്ങളെ ഒപ്പീനിയനൊക്കെ ഇതിൽ രേഖപ്പെടുത്തുക. നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ വീഡിയോസൊക്കെ അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയ ടെക്നിക്സിലേക്ക് കിടക്കാം. ഞാൻ പറയുന്നു, ഏതൊരു ടെക്നിക്സും നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്കിതിൽ പൂർണ്ണമായിട്ടുമുള്ള വിശ്വാസം ഉണ്ടായിരിക്കണം. അങ്ങനെ നമ്മളതിൽ പൂർണ്ണമായി നമ്മൾ ചെയ്യുന്ന കർമ്മം ഏതാണോ ആ കർമ്മത്തിൽ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ മാത്രമാണ് നമുക്കത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നത്, വർക്ക് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഏതൊരു ടെക്നിക്സ് ആയാലും, നിങ്ങൾ ചെയ്യുന്ന ഏതൊരു ജോലി ആയാലും, അതിൽ നിങ്ങൾ നന്നായി ഡെഡിക്കേറ്റ് ചെയ്ത് സമയമെടുത്ത് അതിൽ പൂർണ്ണമായും സന്തോഷിച്ച് വിശ്വസിച്ചുകൊണ്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വളരെ വേഗത്തിൽ അതിന് റിസൾട്ട് ലഭിക്കുന്നത്. ഓക്കെ, അപ്പം സന്തോഷമായിരിക്കുക. ഓക്കെ, സന്തോഷം ഫീൽ ചെയ്യുക. എപ്പോഴും നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഏതാണോ, മതം ഏതാണോ, അതേതായാലും അത് നിങ്ങളുടെ വിശ്വാസമാണ്. ആ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ ടെക്നിക്സും ഫോളോ ചെയ്യാം. തീർച്ചയായും നടക്കും. ഒരു നിമിഷമെങ്കിലും നിങ്ങൾ നടക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ തീർച്ചയായും അത് നടക്കില്ല. ഇത് നടക്കുമോ ഇല്ലയോ എന്ന സംശയത്തോട് രണ്ട് മനസ്സോടുകൂടി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് നടക്കില്ല. ഒരു കാര്യം നടക്കില്ല. സോ പൂർണ്ണമായ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഏതൊരു കർമ്മവും ചെയ്യുമ്പോൾ നടക്കും. ലോ ഓഫ് അട്രാക്ഷൻ്റെ മെയിനായിട്ടുള്ള ഒരു കീ എന്നത് എന്താണ്? ബിലീഫാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 24 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ ഏതൊരാഗ്രഹവും നടക്കുമെന്നാണ്. അപ്പം 24 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഓരോരോ വ്യക്തിയുടെ വിശ്വാസം അനുസരിച്ച് അതിൽ വ്യത്യാസം വരും. അപ്പം നിങ്ങളിത് ചെയ്തിട്ട് അയ്യോ ഇവർ പറഞ്ഞാൽ ഇത് നടക്കുന്നു, ഇന്ന് നടക്കാത്ത ഒന്ന് ഒരു ദിവസം കഴിഞ്ഞിട്ട് ചിന്തിക്കാൻ പാടില്ല. കാരണം നിങ്ങൾ ചെയ്തതിൻ്റെയും നിങ്ങളുടെ ഫീലിങ്സിലും എന്തോ ഒരു അപാകതയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നടക്കാത്തത്. അതെല്ലാം ഞാൻ ഈ പറഞ്ഞതൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും നടക്കും. അപ്പം 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ആഗ്രഹം നടക്കാനുള്ള ടെക്നിക്കാണിത്. ഞാൻ പറഞ്ഞു, നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇമേജും ഇമോഷനുമാണ്. അതിന് ലോജിക്കില്ല. ഇത് സത്യമാണോ അല്ലയോ, റിയൽ ആണോ ഫേക്ക് ആണോ എന്നറിയാനുള്ള ലോജിക്ക് അതിനില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മാക്സിമം നിങ്ങളുടെ മനസ്സിലേക്ക് ആ എന്താണോ ആവശ്യം അതിനാവശ്യമായ ഇമേജും ഇമോഷൻസും കൊടുത്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, നിങ്ങളതിന് സമയം മാറ്റി വെക്കണം. സ്വസ്ഥമായി ഇരുന്നു കൊണ്ട് നിങ്ങളിത് ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങളിത് ആദ്യമായിട്ട് ചെയ്യുമ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ അത് പെട്ടെന്ന് മാനിഫെസ്റ്റ് ആവും. അങ്ങനെ ഒരു കാര്യം മാനിഫെസ്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് അതിൽ വിശ്വാസം വരും കുറച്ചുകൂടെ കൂടുതൽ. ഓക്കെ, അങ്ങനെ വിശ്വാസം വരും നിങ്ങൾക്ക് പിന്നെ വീണ്ടും ഹൈയിലേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് 1 സ്റ്റെപ്പായിട്ട് ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്തെടുക്കാൻ സാധിക്കും. കാര്യം എന്താണെന്ന് ഞാൻ പറയാം. ഇതിന് വേണ്ടത് ഒരു പീസ് പേപ്പറാണ്. കാണുന്നുണ്ട് എല്ലാവരും? ഒരു പീസ് പേപ്പറാണ്. ഈ പേപ്പറിൽ എന്ത് ചെയ്യുക? ഒരു പേനയും വെച്ച് ഇത്രയും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും ഡെമോൺസ്ട്രേഷൻ ചെയ്ത് തന്നിട്ടുണ്ടോ? ഈ ഒരു പേപ്പറിൽ ഇപ്പം നിങ്ങൾ എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എഴുതാം. 24 മണി, അതായത് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ഇത് നടക്കും എന്നതിൻ്റെ സൂചന നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും. ഏതെങ്കിലും ഒരു വ്യക്തി വഴിയോ ഒരു സാഹചര്യം വഴിയോ ഒരു ഫോൺ കോൾ വഴിയോ എങ്ങനെയായാലും ഇത് നടക്കും എന്ന സൂചന നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ അത്രയും ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ. ഇപ്പം ഞാൻ എഴുതുകയാണ്, എനിക്ക് 20,000 രൂപ ലഭിക്കുന്നു.
നന്ദി. ദാ എനിക്ക് 20,000 രൂപ ലഭിക്കുന്നു, നന്ദി എന്ന് നമ്മൾ എഴുതി നമ്മളിത് വായിച്ച് രണ്ട് കയ്യിലെടുത്ത് പിടിച്ച് ഇങ്ങനെ വായിച്ച് അത് നന്നായി ഇമാജിൻ ചെയ്യുക. നിങ്ങൾക്ക് 20,000 രൂപ ലഭിക്കുന്നത് ആ നോട്ടുകെട്ടുകൾ നിങ്ങളെ കയ്യിൽ ഇങ്ങനെ പിടിക്കുന്നതായിട്ടും ആ നോട്ടുകെട്ടുകൾ സ്മെല്ല് ചെയ്യുന്നതായിട്ട് ഫീലിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫീൽ ചെയ്യണം, ഫീൽ ചെയ്യാതെ നടക്കില്ല. ഫീൽ ചെയ്തുകൊണ്ട് അത് മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഷെൽഫ് ഉണ്ടാവുമല്ലോ, അലമാര, ഷെൽഫിനോട് ചേർന്ന് വരുന്ന മിററുകളല്ലേ ഇപ്പോൾ എല്ലാ അലമാരകൾക്കും അങ്ങനെയല്ലേ, കണ്ണാടിയുള്ള ആ കണ്ണാടിയിൽ നിങ്ങളിത് ഒട്ടിച്ച് വെക്കുക. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇത് വായിക്കുക, ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഇത് വായിക്കുക. ഇങ്ങനെ 21 ദിവസം റിപ്പീറ്റ് ചെയ്യും. ഇത് ഒട്ടിച്ച് വെച്ച ശേഷം ഈ ഒരു പേപ്പർ കഷ്ണം, ഓക്കെ, അങ്ങനെ നിങ്ങൾ ചെയ്യുക. ചെയ്തതിന് ശേഷം ലെറ്റ് ഇറ്റ് ഗോ ചെയ്യുക. പിന്നെ ഇതിനെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ഓർക്കണ്ട, കാരണം നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇത് നോക്കുന്നുണ്ട്, രാത്രി കിടക്കുന്നതിന് മുമ്പ് നോക്കുന്നുണ്ട്. അപ്പോൾ എന്താവും, ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇത് ഏറ്റെടുക്കും. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കി നിങ്ങൾ ഹോപ്പോണോപോണോ പ്രേയറിൻ്റെ ആ വീഡിയോയിൽ കമൻറ്റ് ചെയ്ത പോലെ നിങ്ങൾ അനുഭവങ്ങൾ ഷെയർ ചെയ്യും. മറ്റുള്ളവർക്ക് കാണുമ്പോൾ ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. അവർക്ക് വർക്ക് ചെയ്യുമല്ലോ, അപ്പോൾ തീർച്ചയായിട്ടും എനിക്കും വർക്ക് ചെയ്യും എന്നുള്ള ഒരു ബിലീഫ് നിങ്ങൾ ഉണ്ടാക്കാനാണ് ഞാൻ കമൻറ്റ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. എല്ലാവരും വീഡിയോ കാണുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ 21 ദിവസത്തെ മൈൻഡ് റീപ്രോഗ്രാം കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. കുറേ എൻക്വയറീസ് വരുന്നുണ്ട്. ഒരുപാട് പേര് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് നല്ല നല്ല അനുഭവങ്ങൾ, സക്സസ് സ്റ്റോറീസ് പറയുന്നുണ്ട്. അതൊക്കെ വരും ദിവസങ്ങളിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഏവർക്കും നല്ലത് മാത്രം നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.